ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. രണ്ടാം അക്വീനാസ് മലങ്കരയിൽ നിന്ന് എല്ലാ കാര്യത്തിലും പാശ്ചാത്യ സഭ, ലത്തിൻ സഭ അങ്ങനെ ക്രെഡിറ്റ് എടുക്കണ്ട. നിങ്ങൾക്ക് മാത്രമല്ല, പൗരസ്ത്യ കൽദായരായ ഞങ്ങൾക്കുമുണ്ട് ഒരു തോമസ് അക്വീനാസ്, ഒരു അഭിനവ തോമസ് അക്വീനാസ്. അതിനാൽ ഈ മഹാസമ്മേളനത്തിൽ ഈ ലോകം കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമായ ഏറ്റവും വലിയ പ്രഖ്യാപനം നടത്താൻ പോവുകയാണ്. പക്ഷേ ഈ പ്രഖ്യാപനത്തിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും മനസ്സിലാക്കണമെങ്കിൽ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. എങ്കിലേ ഈ മഹാപ്രസ്ഥാനം നടത്തുന്ന ഈ മഹാപ്രഖ്യാപനത്തിൻ്റെ ഇമ്പാക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകൂ. എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്? ഒന്നാം അക്വീനാസ് 13-ാം നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നത്. രണ്ടാം അക്വീനാസ് 21-ാം നൂറ്റാണ്ടിലാണ് ജീവിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ 7 നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് ശേഷം കിട്ടിയ കൺമണിയാണ് രണ്ടാം അക്വീനാസ്. പാശ്ചാത്യ തത്വജ്ഞാനി, തത്വജ്ഞാനിയായിരുന്നു ഒന്നാം അക്വീനാസ്. പാശ്ചാത്യ തത്വജ്ഞാനി. പൗരസ്ത്യ തത്വജ്ഞാനത്തിൻ്റെ അന്തകനാണ് രണ്ടാം അക്വീനാസ്. ഈ ഒന്നാം അക്വീനാസ്, തോമസ് അക്വീനാസ് എന്ന് പറയുന്ന ആള് പൗരസ്ത്യ വേദശാസ്ത്രിയായിരുന്നു. പാശ്ചാത്യ വേദശാസ്ത്രി. രണ്ടാം അക്വീനാസ് പൗരസ്ത്യ ദൈവശാസ്ത്രത്തിന്റെ ഘാതകനാണ്, കൊന്നുകളയുന്നവൻ. ഒന്നാം അക്വീനാസ് സഭയുടെ വേദപാരംഗതനായിരുന്നു. രണ്ടാം അക്വീനാസ് സഭയുടെ വേദങ്ങളെ കടലിൽ എറിഞ്ഞവനാണ്. ഒന്നാം അക്വീനാസിനെ സഭയുടെ വേദപാരംഗതനായി പ്രഖ്യാപിച്ചത് മാർപ്പാപ്പയാണ്. രണ്ടാം അക്വീനാസിനെ അക്വീനാസായി പ്രഖ്യാപിച്ചത് ചെറിയൊരു വോട്ടിന് പാപ്പാസ്ഥാനം കിട്ടാതെ പോയവനാണ്. ഇറ്റലിയിലെ മോന്തക്കസീനോ എന്ന സ്ഥലത്താണ് ഒന്നാം അക്വീനാസ് ജനിച്ചത്. ഇറ്റലിയിലെ മോന്തക്കസീനോ. രണ്ടാം അക്വീനാസ് ജനിച്ചത് ചരലിയിലെ മോന്തക്കുശീനോ എന്ന സ്ഥലത്താണ്. അക്വീനാസിന്റെ സഹോദരന്മാര് അക്വീനാസിനെ തട്ടിയെടുത്ത് കോട്ടയിൽ തടവിൽ പാർപ്പിച്ചു, അച്ഛനാകാതിരിക്കാൻ. രണ്ടാമനെ സർപ്പക്കുഞ്ഞുങ്ങൾ ചുറ്റും നിന്ന് തോമാക്കുന്നിൽ സംരക്ഷിക്കുന്നു. ഒന്നാം അക്വീനാസിനെ അച്ഛനാകിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഒരു യുവസുന്ദരിയെ അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് കടത്തിവിട്ടു. ഇങ്ങനെ ഒരു കാര്യം രണ്ടാം അക്വീനാസിന്റെ കാര്യത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ഇതുവരെയും അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിട്ടില്ല. ഇനി കണ്ടെത്തിയാലും ആ അന്വേഷണ കമ്മീഷനെ സസ്പെൻഡ് ചെയ്യാനായിട്ട് വേറെ ആളുകളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഏതായാലും ആ ഭാഗം പൂരിപ്പിക്കാതെ വിട്ടിരിക്കുകയാണ്. ചരിത്രകാരന്മാർ അത് ചെയ്യട്ടെ. അങ്ങനെ ഇറക്കിവിട്ട പെണ്ണിനെ ഓടിക്കാൻ ഒന്നാം അക്വീനാസ് ഒരു തീക്കൊള്ളിയെടുത്ത് വീശുന്നുണ്ട്. രണ്ടാം അക്വീനാസ് സഭാ കോടതിയെ കെട്ടുകെട്ടിച്ച് ഓടിക്കാൻ അംശവെടി വീശുന്നു. കയറിൽ കെട്ടിയിറക്കിയ ഒരു കൊട്ടയിലാണ് കോട്ടയ്ക്ക് പുറത്തേക്ക് ഒന്നാം അക്വീനാസിനെ കൊണ്ടുവന്നത്. ഇങ്ങനെ ഒരു തടവിലിട്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ ഒരു കയറിൽ കെട്ടിയിറക്കിയ കൊട്ടയിലാണ് ഈ കോട്ടയ്ക്ക് പുറത്തേക്ക് ഒന്നാം അക്വീനാസിനെ കൊണ്ടുവന്നത്. കെട്ടിയിറക്കൽ സ്ഥിരം പരിപാടിയാക്കിയ ആളാണ് രണ്ടാം അക്വീനാസ്. ഏറെ സംസാരിക്കാറില്ല. ഈ മിണ്ടാത്ത കാള എന്നാണ് ഒന്നാം അക്വീനാസിനെ വിളിച്ചിരുന്നത്. അധികം സംസാരിക്കാറില്ല. വായ് പൂട്ടാത്ത കാളയുടെ അമറൽ കൊണ്ട് പ്രസിദ്ധനായവനാണ് രണ്ടാം അക്വീനാസ്. ബിരുദം നൽകുന്നതിനെ കുറിച്ച് തർക്കമുണ്ടായിട്ടുണ്ട് ഒന്നാം അക്വീനാസിന്റെ കാര്യത്തിൽ. വ്യാജ ബിരുദം തന്നെ നൽകാനായി ഒരു കലാലയം തന്നെ സൃഷ്ടിച്ചിരിക്കുന്ന ആളാണ് രണ്ടാം അക്വീനാസ്. സ്വാഭാവിക ദൈവശാസ്ത്രം ആണ് ഈ അക്വീനാസ് പഠിപ്പിച്ചിരുന്നത് എന്നാണ്. അതാണ് അദ്ദേഹത്തിന്റെ ഫേമസ്. ഒന്നാം അക്വീനാസ് സ്വാഭാവിക ദൈവശാസ്ത്രം. ആ സ്വാഭാവിക ദൈവശാസ്ത്രത്തിന്റെ വക്താവാണ് രണ്ടാം അക്വീനാസ്. അൺനാച്ചുറൽ, അസ്വാഭാവിക ദൈവശാസ്ത്രം. തോമിസം എന്നാണ് ഒന്നാം അക്വീനാസിന്റെ ദൈവശാസ്ത്രം അറിയപ്പെടുന്നത്. തോമിസം എന്നാണ്. തോമസ് അക്വീനാസ്, തോമിസം. രണ്ടാം അക്വീനാസിന്റെ തത്വചിന്ത അറിയപ്പെടുന്നത്, ദൈവശാസ്ത്രം അറിയപ്പെടുന്നത് പാമ്പിസം എന്നാണ്. പാമ്പിസം. സുമ്മ തിയോളജിക്ക അതാണ് ഈ ഒന്നാമത്തെ തോമസ് അക്വീനാസിന്റെ വലിയ ഗ്രന്ഥ സമാഹാരങ്ങളുടെ പേര് സുമ്മ തിയോളജിക്ക എന്ന് പറഞ്ഞാൽ ദൈവശാസ്ത്രത്തിന്റെ പരകോടി എന്നാണ് അർത്ഥം.
സുമ്മ തിയോളജിക്ക. രണ്ടാം അക്വിനാസിന്റെ ദൈവശാസ്ത്രം അറിയപ്പെടുന്നത് ചുമ്മാ 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 തിയോളജിക്ക എന്നാണ്. ചുമ്മാ തിയോളജിക്ക. ഈ ഒന്നാം അക്വിനാസിന്റെ, തോമസ് അക്വിനാസിന്റെ ഒരു പ്രസിദ്ധമായ രചനയാണ് സുമ്മ കോൺട്ര ജെന്റീലസ്. വിജാതിയർക്കെതിരെയുള്ള അല്ലേ വാദങ്ങളുടെ പരകോടി എന്നാണ് അതിൻ്റെ അർത്ഥം. സുമ്മ കോൺട്ര ജെന്റീലസ്. ഈ രണ്ടാം അക്വിനാസിന്റെ ആ കൃതികൾ അറിയപ്പെടുന്നത് ചുമ്മാ കോണാൻ ജെനിറ്റാലിസ് എന്നാണ്. സത്യത്തെക്കുറിച്ചുള്ള വിവാദ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു വിഭാഗം തന്നെ തോമസ് അക്വിനാസ് രചിച്ചിട്ടുണ്ട്. ഈ രണ്ടാം അക്വിനാസ് അസത്യത്തെ സത്യമാക്കാനുള്ള ധാരാളം കുറുക്ക് വഴികൾ രചിച്ചിട്ടുണ്ട്. അസത്യത്തെ സത്യമാക്കാനുള്ള കുറുക്ക് വഴികൾ. തോമസ് അക്വിനാസ് എന്ന് പറയുന്ന വിശുദ്ധൻ അദ്ദേഹം വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള മനോഹര ഗീതങ്ങൾ രചിച്ചിട്ടുണ്ട്. കുർബാനയെക്കുറിച്ചുള്ള അനേകം വിവാദ സർക്കുലറുകൾക്ക് രൂപം കൊടുത്തിട്ടുണ്ട് രണ്ടാം അക്വിനാസ്. മാലാഖയെ പോലുള്ള ജ്ഞാനി എന്നാണ് തോമസ് അക്വിനാസ് അറിയപ്പെടുന്നത്. ഒന്നാം അക്വിനാസ് ദുർഭൂതത്തെ പോലെയുള്ള അജ്ഞാനി എന്നാണ് രണ്ടാം അക്വിനാസ് അറിയപ്പെടുന്നത്. സാർവത്രിക വേദശാസ്ത്രി എന്നാണ് ഒന്നാം അക്വിനാസ്, തോമസ് അക്വിനാസ് അറിയപ്പെടുന്നത്. സാർവത്രിക വേദശാസ്ത്രി. കണ്ണൂരുകാരൻ അർത്ഥശാസ്ത്രി എന്നാണ് രണ്ടാം അക്വിനാസ് അറിയപ്പെടുന്നത്. കണ്ണൂരുകാരൻ അർത്ഥശാസ്ത്രി. പാപ്പായുടെ ദൈവശാസ്ത്രജ്ഞൻ എന്ന് തോമസ് അക്വിനാസ്, ഒന്നാം അക്വിനാസ് അറിയപ്പെട്ടിരുന്നു. റപ്പായയുടെ ദൈവശാസ്ത്രജ്ഞൻ എന്നാണ് രണ്ടാം അക്വിനാസ് അറിയപ്പെടുന്നത്. ഫ്രാൻസിസ്കൻസുമായി തോമസ് അക്വിനാസിന് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. പൗരത്യ സഭയുമായി രണ്ടാം അക്വിനാസിന് പ്രശ്നങ്ങളുണ്ട്. 10 കൽപ്പനകളെക്കുറിച്ചുള്ള പ്രസംഗം അതിപ്രശസ്തമാണ് തോമസ് അക്വിനാസിന്റെ, ഒന്നാം അക്വിനാസിന്റെ. രാഷ്ട്രീയ മലക്കം മറിച്ചിലുകൾക്ക് ദുഷ്കീർത്തി കേട്ടവനാണ് രണ്ടാം അക്വിനാസ്. കുർബാനയെ അങ്ങേയറ്റം സ്നേഹിച്ചവനാണ് തോമസ് അക്വിനാസ്, ഒന്നാം അക്വിനാസ്. അത്രയൊന്നും കുർബാനയെ സ്നേഹിക്കേണ്ട കാര്യമില്ലെന്ന് എറണാകുളത്തെ പഠിപ്പിച്ചവനും ലോകത്തെ മുഴുവൻ പഠിപ്പിച്ചവനുമാണ് രണ്ടാം അക്വിനാസ്. വിശ്വാസം സംരക്ഷിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ ഒരുപാട് സഹിക്കേണ്ടി വന്നിട്ടുണ്ട് തോമസ് അക്വിനാസിന്. വിശ്വാസം സംരക്ഷിക്കുന്നവരെ പീഡിപ്പിക്കാൻ രണ്ടാം അക്വിനാസിന് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നിട്ടില്ല. പാപ്പായുടെ കൂടെ നിന്നവൻ എന്നാണ് തോമസ് അക്വിനാസ് അറിയപ്പെട്ടിരുന്നത്. മാർപ്പാപ്പയുടെ കൂടെ നിന്നവൻ. മാർപ്പാപ്പ വിരുദ്ധരുടെ കൂടെ എപ്പോഴും നിൽക്കുന്നവൻ എന്നാണ് രണ്ടാം അക്വിനാസ് അറിയപ്പെടുന്നത്. ചുരുക്കത്തിൽ ഈ വിശുദ്ധ തോമസ് അക്വിനാസുമായി തട്ടിച്ചു നോക്കുമ്പോൾ അദ്ദേഹത്തെക്കാളും വളരെ ഉയർന്ന ഡിഗ്രിയിൽ നിൽക്കുന്ന ഒരാളാണ് രണ്ടാം അക്വിനാസ്. ഈ വിശുദ്ധ തോമസ് അക്വിനാസ് മരിച്ചതിന് ശേഷം ഒരു 50 കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ അംഗീകരിക്കപ്പെട്ടു വന്നത്. ചത്ത് മലച്ചതിന് ശേഷം അംഗീകാരം നൽകിയിട്ട് എന്ത് കാര്യമെന്നാണ് മലയാളികൾ എപ്പോഴും ചോദിക്കുന്നത്. വിശുദ്ധ തോമസ് അക്വിനാസ് മരിച്ചിട്ട് 50 കൊല്ലം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ ഇത്ര വലിയ ആളായിരുന്നൊക്കെ മനസ്സിലാക്കിയത്. ചത്ത് മലച്ചതിന് ശേഷം അംഗീകരിച്ചിട്ട് എന്ത് കാര്യം എന്ന് മലയാളികൾ എപ്പോഴും ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ രണ്ടാം അക്വിനാസിനെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വേണ്ടേ? എന്നാലല്ലേ ഒരു അംഗീകാരമാവുള്ളൂ. ഈ കാരണങ്ങളാൽ കത്തോലിക്കാ സഭയിലെ രണ്ടാമത്തെ വലിയ സഭയായ ഞങ്ങൾ ആദി സർപ്പത്തിന്റെ പിന്തുടർച്ചയിലുള്ള പാമ്പിനെ, മലങ്കരയുടെ അഭിമാനമായ അണലി സന്തതിയെ രണ്ടാം അക്വിനാസായി പ്രഖ്യാപിക്കുകയാണ്. ഈ പ്രഖ്യാപനത്തിന്റെ പകർപ്പ് റോമായിൽ എത്തിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കാൻ പുതിയ കച്ചേരിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ഈ രണ്ടാം അക്വിനാസിനെ കുടിയിരുത്താനുള്ള രൂപക്കൂട് പണിയാൻ പറയപ്പെട്ട പന്തിരികുലത്തിലെ അംഗമായ ഉളിയന്നൂർ പെരുന്തച്ചന്റെ വംശപരമ്പരയിൽ വരാഹമൂർത്തി രാമനാശാരിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നിലമ്പൂരിലെ കാടുകളിൽ നിന്നുള്ള തേക്കിൻ തടി ഉപയോഗിച്ചാണ് രൂപക്കൂട് പണിയുന്നത്. ആ നിലമ്പൂരിലെ കാടുകളിൽ നിന്നുള്ള വലിയ തേക്കിൻ തടി കൊണ്ടുവരാൻ 53 കൊമ്പനാനകളെയും ഒരു കുങ്കിയാനയെയും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഈ ആനകളെല്ലാം സ്വരൂപിച്ച് കൊണ്ടുവരാനുള്ള കാലതാമസം അല്പം നേരിടുമെന്ന് വ്യസന സമേതം അറിയിച്ചു കൊള്ളുകയാണ്. അതെല്ലാം തയ്യാറായാൽ, ഈ രൂപക്കൂട് തയ്യാറായാൽ വലിയ സ്വീകരണം ഒരുക്കി പാലാക്കുന്നിലേക്കായിരിക്കും ആദ്യത്തെ സ്വീകരണം. പാലാക്കുന്നിന് മുകളിലേക്ക് അങ്ങനെ ആനയിച്ചു കൊണ്ടുവന്നിട്ട് അവിടെ നിന്നായിരിക്കും തോമാക്കുന്നിലേക്കുള്ള പ്രയാണം ആരംഭിക്കുന്നത്. തുടർന്ന് ഭക്തജനങ്ങൾക്ക് മോതിരം മുത്താനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. മോതിരം മുത്താനായി മുന്നേറ്റക്കാർ തള്ളിക്കയറാൻ സാധ്യതയുണ്ട്. അത് നിയന്ത്രിക്കാനായിട്ട് ഞെറിൻ രായനാദികൾ ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.
മുന്നേറ്റക്കാരുടെ ഇടയിലെ പെണ്ണുങ്ങൾ ആവേശം മൂത്ത് സൂംബ ഡാൻസ് ചെയ്യുന്നതായിരിക്കും. അതിന് താളം പിടിക്കാൻ നല്ല വശമുള്ള ആഭിചാര കുർബാന അർപ്പിച്ച വൈദിക കിങ്കരന്മാർ നേതൃത്വം കൊടുക്കേണ്ടതാണ്. ഇനിയും മറ്റുള്ള അറിയിപ്പുകൾ പിന്നാലെ വരുന്നതായിരിക്കും. ഇന്ന് രണ്ടാം അക്വിനാസനെ ഈ മഹാസമ്മേളനത്തിൽ ഈ മനുഷ്യ മഹാസാഗരത്തിൽ വെച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.